എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ രാമായണ മാസക്കാലത്തിൽ ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട് എന്ന് ചിന്തിക്കാവുന്നതാണ്. രാമന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, രാമനും ധർമ്മവും തമ്മിൽ ഭേദഭാവമില്ല, ധർമ്മത്തിൻ്റെ സ്വരൂപമാണ് രാമൻ. അപ്പം ധർമ്മത്തിന് വേണ്ടി പ്രയത്നിക്കുക, അതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും, നമുക്കൊക്കെ എന്ത് കഴിവാണുള്ളത്, നമുക്കിങ്ങനൊരു ജന്മം കിട്ടി, അത് ഈ ആയുസ് എത്തണത് വരെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതല്ലാതെ നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലും സാധിക്കുമോ, നമ്മളുടെയൊക്കെ പരിശ്രമത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുകയും അവസാന ഘട്ടത്തിൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കഥ, അതൊരു നാടോടി കഥയായിട്ട് പോലും വലിയ തരത്തിൽ പ്രചാരമുള്ളൊരു കഥയാണ്. ആ കഥയാണ് ഇന്നേ ദിവസം ഈ രാമകഥാമൃതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയും ഒരു അണ്ണാറക്കണ്ണനും തമ്മിലുണ്ടായിട്ടുള്ള കഥ. സേതുബന്ധന സമയത്ത് നടന്ന ഈ ഒരു കഥ നമുക്കൊന്ന് അനുസ്മരിക്കാം. നമുക്കറിയാം, ഭഗവാൻ ഒരുപാട് ദിവസം കാത്തു നിന്നു വരുണൻ തനിക്ക് പോവാനുള്ള വഴി ഉണ്ടാക്കി തരും എന്ന് കരുതിയിട്ട്. ഭഗവാൻ വേണ്ട വ്രതങ്ങളൊക്കെ എടുത്തു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടും വരുണന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു നടപടികളൊന്നും കാണുന്നില്ല. അത്യധികം ക്രോധാവേശത്തോടു കൂടി ഇപ്പോൾ ഈ വരുണനെ ഞാൻ അങ്ങോട്ട് വറ്റിക്കും എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ബ്രഹ്മാസ്ത്രത്തെ ആവേശിച്ചു എന്നാണ്. അത് കണ്ട സമയത്ത് വരുണന് ഭയമായി. അദ്ദേഹം വന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് പോലും ഇതിനകത്ത് കുറേ ഈ ജലജീവികളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ വറ്റിക്കുക എന്ന് പറയുന്ന രീതി ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അദ്ദേഹത്തിന് എനിക്ക് വഴി പറഞ്ഞു തരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഈ ഒരു സമുദ്രം വറ്റിച്ചുകൊണ്ടല്ലാതെ ഒരു പാലം എനിക്ക് കുറുകെ ഉണ്ടാക്കിയിട്ട് അങ്ങേക്ക് ലങ്കയിലേക്ക് പോവാലോ, അതിനു വേണ്ടി അങ്ങ് ശ്രമിച്ചോളൂ, അതിന് എൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണ ഉണ്ടാവും എന്നാണ് വരുണൻ ഭഗവാനോട് പറഞ്ഞത്. അപ്പോഴാണ് ഈ സേതുബന്ധനം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രക്രിയ അവിടെ ആരംഭിക്കുന്നത്. വാനരന്മാരെല്ലാവരും ചേർന്ന് വലിയ വലിയ കല്ലുകളൊക്കെ കൊണ്ടുപോയി ഈ സമുദ്രത്തിലിട്ട് ഒരു പാലം, ഒരു ചിറ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുക. ചിറ എന്നുള്ള വാക്കാണ് കുറച്ചുകൂടെ അതിന് യോജിക്കുന്നത്. അങ്ങനെ ആ ചിറ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ടല്ലോ, ഈ കല്ലായതുകൊണ്ട് തന്നെ അത് സമുദ്രാന്തർഭാഗത്തേക്ക് താണുപോയി എന്നുമാണ് പറയുക. ആ സമയത്ത് ഹനുമാൻ സ്വാമി കാണിച്ച ഉപായമായിരുന്നു ഓരോ കല്ലിലും രാമ എന്നുള്ള നാമം എഴുതിക്കൊണ്ട് നിക്ഷേപിച്ച സമയത്ത് അത് കൃത്യമായി ഒരു ചിറയ്ക്ക് യോജിക്കുന്ന തരത്തിൽ ആ സമുദ്രത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് പൊങ്ങിക്കിടന്നു എന്നുമാണ് സങ്കല്പം. അങ്ങനെ എല്ലാ വാനരന്മാരും ഭഗവാൻ ചെയ്ത ആ ഒരു പ്രവർത്തനത്തെ അനുകരിച്ച് അവരുടെ കൈകളിലുള്ള വലിയ വലിയ കല്ലുകളിൽ രാമനാമം എഴുതി നിക്ഷേപിക്കുന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാനും ലക്ഷ്മണനും ജാംബവാനും അവിടെ ദൂരെ നിന്നുകൊണ്ട് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാനര സൈന്യം തനിക്ക് വേണ്ടി ആ ചിറ കെട്ടുന്നത് ഭഗവാൻ കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക കാര്യം ഭഗവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്. ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ അത് ഒരു പ്രവർത്തനം അവിടെ ചെയ്യുന്നത് ഭഗവാൻ ശ്രദ്ധിച്ചു എന്നാണ്. എന്താ അണ്ണാറക്കണ്ണൻ ചെയ്തിരുന്നത്? അണ്ണാറക്കണ്ണൻ അവിടെ ദൂരെ കൂട്ടിയിട്ടിട്ടുള്ള പൂഴിമണലിൽ കിടന്ന് ഉരുളുന്നതാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം ഈ പാലത്തിന് മുകളിലൂടെ അല്ലെങ്കിൽ ഈ ചിറയുടെ മുകളിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ച് തൻ്റെ ദേഹത്തുള്ള ആ പൂഴിമണ്ണ് മുഴുവൻ ആ അണ്ണാറക്കണ്ണൻ ആ സമുദ്രത്തിലേക്ക് കൊട്ടുന്നത് പോലെ പ്രവർത്തിക്കുന്നത് കണ്ടു. വീണ്ടും വരുന്നു, ആവശ്യത്തിന് പൂഴി സ്വീകരിക്കുന്നു, അവിടെ കൊണ്ടുപോയി കൊട്ടുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ്. ഭഗവാന് ആ ഒരു അണ്ണാറക്കണ്ണൻ്റെ പ്രവർത്തനം കണ്ടിട്ട് അത്രയധികം കാരുണ്യവും സന്തോഷം ഉണ്ടായിരുന്നതാണ്. കാരണം അതിന് സാധിക്കുന്നത് പോലെ അത് പണിയെടുക്കുന്നുണ്ട്. അതിന് ശേഷി അത്രയേ ഉള്ളൂ. അതിന് ഈ വാനരന്മാർ ചെയ്യുന്നത് പോലെ വലിയ വലിയ കല്ലെടുത്തിട്ട് കൊണ്ടുപോയി ഇടാനുള്ള ആരോഗ്യമൊന്നുമില്ല. അതിന് കൈ പോലും അങ്ങനെ വെക്കാവുന്ന ഒരു പരുവത്തിലല്ല അതിൻ്റെ ജീവിതക്രമവും. അപ്പം അതിനാകെ സാധിക്കുക എന്താ, എങ്ങനെയെങ്കിലും ശരീരത്തിൽ കുറച്ച് മണ്ണ് ശേഖരിച്ച് ആ മണ്ണ് കൊണ്ടുപോയി സമുദ്രത്തിൽ നിക്ഷേപിക്കുക. എത്ര മണ്ണാണ് ഒരു അണ്ണാറക്കണ്ണന് ഒരു സമുദ്രത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കുക? ആ അളവ് കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ഭഗവാനോടുള്ള മനോഭാവം ആ ജീവിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാത്സല്യത്തോടു കൂടി ഭഗവാൻ ആ അണ്ണാറക്കണ്ണനെ കയ്യിലെടുത്ത് ഭഗവാന്റെ ആ തിരുക്കൈകൾ കൊണ്ട് അതിനെ തലോടി എന്നുമാണ് ആ കഥയിൽ പറയാറുള്ളത്. നമ്മൾ നാടോടി കഥയിൽ അതോടുകൂടി അണ്ണാറക്കണ്ണന് പുറകിൽ 3 വര വന്നു എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. എന്ത് തന്നെ ആയാലും ഈ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിൻ്റെ ഒരു പ്രാമുഖ്യം ഉണ്ടല്ലോ. നമുക്ക് സാധിക്കുന്നത് പോലെ നമുക്കും
ഭഗവത് കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കഴിവും ഇല്ലാത്തവരായിട്ട് ലോകത്ത് ആരും തന്നെ ഇല്ല. സാധിച്ചാൽ ഓരോരുത്തർക്കും അവർക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സനാതനധർമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നടത്താൻ സാധിക്കും എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചോ സമാജം കേന്ദ്രീകരിച്ചോ രാമനാമത്തിൻ്റെ മഹിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ രാമായണ മാസക്കാലത്ത് അണ്ണാറക്കണ്ണന്മാരാകുന്ന നമുക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക എന്ന് മനസ്സിലാക്കുക. അതുതന്നെയാണ് ഒരു തരത്തിൽ നാരായണ സേവ. അതുകൊണ്ട് എങ്ങനെയാണോ ആ പാവം പ്രാണി നമുക്കൊരു മാതൃക കാണിച്ചു തന്നത്, അത് പിന്തുടർന്നുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഭഗവാന് വേണ്ടി ഭഗവാന്റെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.